അവനെ അടി പിടിച്ചാലേ അന്നത്തെ കച്ചവടം പൂട്ടും. അടി പിടിക്കുന്നില്ല, നേരെ ഇളക്കി കൊടുക്കും. ടെൻഷൻ ആവല്ലേ ഇത്. അത് ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ല. അപ്പം മീൻ പൊരിച്ചത്, പിന്നെ ചമ്മന്തിപ്പൊടി, പപ്പടം. പപ്പടം വാങ്ങിക്കല്ലേ? പിന്നെ വെറും ചായ ഉണ്ട്. ഞാൻ 5 മണിക്ക് അമ്മ ഇവിടുത്തെ ഉപ്പായും ഉമ്മായും നടത്തിക്കൊണ്ടിരുന്ന കടയാണ്. ഞാൻ വന്നപ്പോ 6 മണിക്കൊക്കെ തുറക്കുമായിരുന്നു. പിന്നെ അതിപ്പം 6 7 8 9 മണിയായി. ചിലപ്പോ 10 ആവും. അറുപത്തഞ്ച് വർഷത്തോളം ഈ വീട്ടിലെ ഉമ്മയും ഉപ്പയും ചേർന്നാണ് ഈ കട നടത്തിയത്. അന്ന് ഒറട്ടി, പരിപ്പ് കറി, പിന്നെ ഫിഷ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്പിളിയമ്മ ഏറ്റെടുത്ത ശേഷമാണ് അപ്പം ഫിഷ് പൊരിച്ചത് ചമ്മന്തി മാത്രമാക്കിയത്. ഇപ്പം അമ്മ ഏറ്റെടുത്തിട്ട് 5 വർഷമായി. ഭയങ്കര രസമാണ്, ഭയങ്കര കത്തിയടിയാണ്, ഭയങ്കരമായി വാചകം അടിച്ചുകൊണ്ടിരിക്കും. ഫുൾ ടൈം കഥ പറച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് സംഗതി കൊള്ളാം. നല്ലൊരു ആംബിയൻസും അല്ലേ, പക്കാ ഒരു നാട്ടിൻപുറം. അമ്മ ശരിക്കും എങ്ങനെ എത്തിപ്പെട്ടു ഈ ഹോട്ടൽ ഫീൽഡിലേക്ക്? അമ്മക്കാരും ഇതുപോലെ ചായ കച്ചവടം എനിക്ക് അറിവേ ഇല്ല കേട്ടാ. അപ്പം ഞാൻ ഇതുവഴി ഇങ്ങനെ കടയിലൊക്കെ പോകുമ്പോൾ ഉമ്മ ഇവിടെ നിന്ന് ഇങ്ങനെ ചായ ഒഴിക്കും, മീനൊക്കെ പൊരിക്കണത് മണം, ഭയങ്കര മണം കേട്ടാണ് ആളുകൾ കാരണം. എന്നിട്ട് ഇവിടുത്തെ ഉപ്പ മീൻ മേടിക്കാൻ അവിടെ വരും ചന്തയിൽ. അപ്പം ഞാനും ചന്തയിൽ പോകും. അപ്പോഴത്തേക്ക് ഒരു ചുമട്ട് മീനാണ് കൊണ്ടുവരണത്. അപ്പോൾ എടുക്കാൻ വയ്യാതെ കൊണ്ടുവരണാകുമ്പോൾ ഞാൻ വേഗം കഴിഞ്ഞ് മേടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വെച്ചു കൊടുക്കും. അപ്പം അങ്ങനെ കൂട്ടായപ്പോൾ അവർക്ക് ഈ കൊറോണ വന്ന സമയമുണ്ടല്ലോ, അവരെ 65 വർഷം കൊണ്ട് നടത്തണ കടയാണിത്. അപ്പം കൊറോണ വന്നപ്പോൾ അവരെന്ത് ചെയ്ത്, മക്കൾ പറഞ്ഞ് ഇനി വയസ്സായി വരെയാണ് നടത്തണ്ട. അപ്പൊ ഞാൻ പറഞ്ഞ്, താത്ത നിങ്ങൾ ഈ കട എന്തിനിങ്ങനെ അടച്ചിടണം എന്ന് വന്ന് ചോദിച്ചു ഒരു ദിവസം. അപ്പൊ ഇനി നടത്തണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് നടത്താനൊരു മോഹമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് 2 മക്കളാണ്, അവരൊക്കെ വലുതായി. 2:30 3 മണി വരെ ഞാൻ ഇവിടെ ഉണ്ടാവും. പിന്നെ ഉമ്മാക്ക് കച്ചവടം ചെയ്യാൻ കൊതിയാണ്. മെനിഞ്ഞാന്ന് വന്നപ്പോഴും കച്ചവടത്തിന് സമയത്ത് വരണേന്ന് എന്നോട് പറഞ്ഞിട്ടാണ് പോയത്. ഒരു പേരും ഇല്ല. സെലിയ ഉമ്മ കട. ആറ്റെങ്കിലും നമുക്ക് ചെമ്പമംഗലം വഴി വരാം, അവനോഞ്ചേരി വഴി വരാം, പിന്നെ വാളക്കാട് വന്ന് തിരിഞ്ഞിങ്ങനെ കയറി വരാം. ഇവിടെ ഊരുപ്പൈക പരാശക്തി അമ്പലത്തിന്റെ സൈഡ്. നിങ്ങൾക്ക് കഴിക്കാൻ എടുത്ത് വെച്ച് തരട്ടാ ഞാൻ. ചമ്മന്തി മീനും തിന്നാനാണ് വെച്ച ആള് വരക്കാണ്. മീൻ മേടിച്ച് പിള്ളേരെ 2 എണ്ണമൊക്കെ തിന്നും, ചിലര് 1 ചേർക്കം വരും, 3 എണ്ണം തിന്നും. ഞാൻ ഇന്നലെ വീട്ടിൽ ഇരുന്ന് പറഞ്ഞു, അവൻ ഇനിയിപ്പോ ഗൾഫിൽ പോകുമ്പോ ആര് വരും. അപ്പും ചമ്മന്തിപ്പൊടിയും കഴിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അപ്പും ചമ്മന്തിപ്പൊടിയും മീൻ പൊരിച്ചതും പപ്പടും വല്ലാത്തൊരു കോമ്പിനേഷൻ അല്ലേ. ചമ്മന്തിപ്പൊടിയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, മുമ്പിൽ ചമ്മന്തിപ്പൊടി. അതായത് ഉമ്മയും ഉപ്പയും കൂടെ 60-65 വർഷം നടത്തിയ കട. അവരുടെ കൈപുണ്യം, ആ രുചിക്കൂട്ട് അതേപോലെ തന്നെ അമ്മ ഏറ്റെടുത്ത് നടത്തുന്നതാണ്. സംഗതി ഞാൻ വീണ്ടും ചമ്മന്തിപ്പൊടി ഒരു രക്ഷയില്ല. എക്സാക്ട് സമയം നമുക്ക് 9 മണി കേട്ടോ ബെറ്റർ. അമ്മ തോന്നുന്ന സമയത്ത് ഉറപ്പുള്ളൂ. 9 മണി മുതൽ വൈകുന്നേരം 3 മണി കിട്ടും. അപ്പം വരും ഒരു വെറൈറ്റി കൊള്ളാം. ഞാൻ മെല്ലെ കഴിച്ചിട്ട് വിട്ടേക്കും. അടുത്ത സ്ഥലത്ത് വീണ്ടും പോക്കലാം. പോക്കട്ടെ, എന്തായാലും ബൈ.